ഈ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. പണ്ട് മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യയില്ല, പക്ഷേ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ്. എന്തു പറഞ്ഞാലും കയറെടുത്ത് തൂങ്ങുകയാണ്, നരമ്പ് മുറിക്കുകയാണ്, വിഷമടിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലും ഈ ജീവിതമൊന്ന് അവസാനിപ്പിച്ചാ മതിയെന്ന് തോന്നുന്ന സാഹചര്യം ജീവിതത്തിൽ കടന്നു വരുമ്പോ, എന്തെങ്കിലും മാരകമായ രോഗമാകട്ടെ, സാമ്പത്തിക നഷ്ടമാകട്ടെ, കച്ചവടം തകർന്നു പോകലാകട്ടെ, അല്ലെങ്കിൽ മാനസികമായി തകർന്നു പോകുമ്പോ, അല്ലെങ്കിൽ പടച്ചവനെ നാണക്കേട് താങ്ങാൻ പറ്റാതെ അല്ലാഹു തന്ന ജീവിതം അവസാനിപ്പിക്കുന്ന മുസ്ലിമേ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ? ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ദിക്റെന്ന് പറയാൻ കഴിയുമോ? ഏത് ദിക്റെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. താങ്ങാൻ കഴിയാത്ത വേദനകൾ മരുന്ന് വരുമ്പോ, ഈ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ, നെഞ്ചു പൊട്ടിയിട്ട് ആരാരുമില്ലാതെ വീടിനകത്തിരുന്ന് കരയുന്ന സമയത്ത് ഈ പറയുന്ന ദിക്റൊരു 3 പ്രാവശ്യം പെങ്ങളെ നിനക്ക് പറയാൻ കഴിയുമോ? ഇല്ലെന്ന് പറഞ്ഞാലും മക്കളെ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ്, ഈ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ്. ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്ക് കൂടുമ്പോ ഭാര്യ പറയുന്ന വാക്കിതാണ്, അതാ ഭാര്യയും ഭർത്താവും വഴക്ക് കൂടുമ്പോ എവിടെങ്കിലും പോയി മരിച്ചാ മതിയായിരുന്നു എന്ന് പറയുന്ന ഭർത്താവ്, അതാ കച്ചവടം തകർന്ന് ലക്ഷങ്ങളുടെ കടം വരുമ്പോ മരിക്കാ തോന്നുന്ന മുസ്ലിമേ, സമാധാനം വേണോ? പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, പറഞ്ഞോ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ പറഞ്ഞത് ആരെന്നറിയുമോ? ഇതാര് പറഞ്ഞ ദിക്റാണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി തന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാറ് അവിടെന്ന് ഒഴുക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞ ദിക്റാ. പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹ്ദി ആയിഷ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി പറഞ്ഞ ദിക്റാണ് പെങ്ങളെ. എപ്പ പറഞ്ഞ ദിക്റെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ബദരീകളിൽപ്പെട്ട സ്വഹാബിയാണ് സഫ്വാൻ. ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. ഈ ചെറുപ്പക്കാരനായ സ്വഹാബിയും ആയിഷ ബീബിയും രണ്ടുപേരെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീബി വ്യഭിചരിച്ചിരിക്കുകയാണ്. മുനാഫിക്കീങ്ങൾ പറയാൻ തുടങ്ങി, ഏറ്റുപിടിക്കാൻ പുതിയ മുസ്ലിമീങ്ങള്. പടച്ചവനെ, പിന്നെ എവിടെ നോക്കിയാലും ആയിഷ ബീബി വ്യഭിചരിച്ച കഥ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആയിഷ ബീബിയെ കുറിച്ച് ചർച്ച ചെയ്യുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയാ ആയിഷ നിരപരാധിയാണെന്ന്, ആയിഷ ബീബി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിനറിയാ. പക്ഷേ നാട്ടുകാർ മുഴുവനും പറയുകയാണ്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം വരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്തിരുന്ന് കരയുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് റസൂലുള്ളാഹി കടന്നു വന്നിട്ട് പറഞ്ഞു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക ആയിഷ. ഭർത്താവ് തന്റെ ഭാര്യയോട് നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാതെ പറയുന്ന രംഗമെന്ന് ചിന്തിക്കുക പെങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ ആയിഷ ബീവിക്കത് താങ്ങാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ആയിഷ ബീവിക്ക് താങ്ങാൻ കഴിയാത്ത വേദനയായി തന്റെ പിതാവ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി ഓടിച്ചെന്ന് ബാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ഉപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ അങ്ങനെ വ്യഭിചരിക്കുന്നവളാണെന്ന് ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? വാപ്പ അവിടെ നിന്നൊന്നും മിണ്ടുന്നില്ല. ആയിഷ ബീബി തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ 9.5 മാസക്കാല ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്ത് ചെന്നിട്ട് മക്കളുടെ കണ്ണ് നിറഞ്ഞ സഹിക്കാത്ത ഉമ്മയാണല്ലോ. ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്ന ഉമ്മ, ഇവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാ ഉമ്മ, ഞാനൊരിക്കലും വ്യഭിചരിച്ചിട്ടില്ല ഉമ്മ. ആയിഷ ബീബി തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് പറയുമ്പോ ഉമ്മ പറയുന്നു, മോളെ തെളിവുകൾ മുഴുവനും നിനക്ക് എതിരാണ്. പടച്ചവനെ അല്ലാഹ്, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിന്നെ പോലെ 15, 20, 25 വയസ്സുള്ളായിരുന്ന പെങ്ങള്, ചെറിയ പ്രായമാ. ആയിഷ ബീബിയെ കുറിച്ച് ഒരു നാളല്ല പറയുന്നത്, വീട്ടുകാര് മാത്രമല്ല, അയൽവാസികളെ മാത്രമല്ല, കുടുംബക്കാര് മാത്രമല്ല, ഒരു നാട്ടിലെ അധികം പേരും ആയിഷ ബീബിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുമ്പോ ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ നരമ്പ് മുറിച്ചില്ല, അവിടെ നിന്ന് തൂങ്ങി മരിച്ചില്ല, വിഷമെടുത്ത് കിടിച്ചില്ല, വീടിനകത്ത് കയറുകയാണ്, നിസ്കാരപ്പായിക്കകത്ത് കയറുകയാണ്. ആയിഷ ബീബി എല്ലാ ദിവസവും രാവിലെ സുബഹി കഴിയുമ്പോ വീടിന്റെ വാതിൽ വന്ന് നോക്കിയിരിക്കുകയാ. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ, മുത്തുനബി വരുന്നതും കാത്തിരിക്കുകയാണ്. പടച്ച ആഴ്ചകള് കഴിഞ്ഞോ, ദിവസങ്ങള് കഴിഞ്ഞോ. ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു, വീടിന്റെ വാതിലിൽ നോക്കി നിൽക്കുകയാ. വീടിന്റെ വാതിലിൽ നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുന്ന മുഖത്തോടെ കടന്നു വരികയാണ്. ആയിഷ ബീവിക്ക് മനസ്സിലായി, ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയോ, ജിബ്രീൽ 7 ആകാശം കടന്ന് ഖുർആനിന്റെ ആയത്തുമായി ഇറങ്ങി വന്നില്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പടച്ച റബ്ബ് പറഞ്ഞിരിക്കുകയാ. ആയിഷ ബീവി പറയുന്നു, എനിക്കുറപ്പായിരുന്നു നബിയേ, 7 ആകാശം കടന്ന് ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീൽ വരുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. പെങ്ങളെ എങ്ങനെയാണ് വിളിച്ചിറക്കിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് ഖുർആനിന്റെ ആയത്തുമായി 7 ആകാശം കടന്ന് മദീനത്ത് മുത്തുനബിയുടെ വീടിനകത്തേക്ക് ജിബ്രീലിനെ വിളിച്ചിറക്കിയത് എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, എങ്ങനെയാ ആയിഷ? അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കാനുള്ള കാരണം എന്താ? നാട്ടുകാര് മുഴുവനും നീ തെറ്റുകാരിയാണെന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ നീ പിടിച്ചു നിന്നത്? എങ്ങനെയാണ് നിന്റെ മനസ്സിന് സമാധാനം കൊടുത്തത്? ആ സമയത്താണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഞാൻ പറഞ്ഞത് ഒരു ദിക്റാണ് നബിയേ, ഞാൻ പറഞ്ഞത് ഒരു ദിക്റാണ് നബിയേ. ഏത് ദിക്റാ ആയിഷ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്റാണ് ആയിഷ ബീവി പറഞ്ഞത്. ഈ ദിക്റാണ് ആയിഷ ബീവി പറഞ്ഞത്. ഇത് പറഞ്ഞിട്ടാ നബിയെ ഞാൻ ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിന്നത്. എന്റെ മനസ്സിന് ധൈര്യം കിട്ടാൻ ഈ ദിക്റാണ് ഞാൻ പറഞ്ഞത് എന്ന് ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുമ്പോ ഏത് പ്രതിസന്ധിയിലും പറയാറുള്ള ദിക്റാ. ഏത് പ്രതിസന്ധിയിലും അല്ലാഹുവിന്റെ സഹായം വിളിച്ചിറക്കണോ, അല്ലാഹുവിന്റെ സഹായം നേടാനുള്ള ദിക്റാ.